കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മദ്യലഹരിയിൽ കാറോടിച്ച സ്കൂട്ടർ യാത്രക്കാരിയെയും കാൽനട യാത്രക്കാരിയെയും ഇടിച്ചിട്ട് നിർത്താതെ പോയ യുവാവ് പോലീസ് പിടിയിൽ. ബുധനാഴ്ച വൈകിട്ട് വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയ തൊടുപുഴ സ്വദേശി യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറി. മദ്യലഹരിയിൽ കാറോടിച്ച് അപകടങ്ങൾ സൃഷ്ടിച്ച യുവാവ് സ്കൂട്ടർ യാത്രക്കാരിയെയും കാൽനട യാത്രക്കാരിയെയും ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ നാട്ടുകാർ തടഞ്ഞ ഡ്രൈവറെ പോലീസിന് കൈമാറി. പരിക്കേറ്റ സ്ത്രീകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് സ്കൂൾ സമയത്തായിരുന്നു യുവാവിന്റെ അഭ്യാസം. മദ്യപിച്ച് അമിത വേഗത്തിലെത്തിയ കാർ ആദ്യം മടക്കത്താനത്താണ് അപകടം സൃഷ്ടിച്ചത്. മുന്നിൽ പോവുകയായിരുന്ന സ്കൂട്ടർ യാത്രികയായ സ്ത്രീയെ പിന്നിൽ നിന്ന് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. റോഡിലൂടെ ദൂരേക്ക് തെറിച്ചു വീണ യുവതി തലനാരിഴയ്ക്കാണ് വാഹനങ്ങളുടെ ചക്രങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ വാഹനം നിർത്താൻ തയ്യാറാകാതെ പിന്നിലേക്കെടുത്ത് ഇയാൾ അതിവേഗം മുന്നോട്ടു പോയി. തുടർന്ന് കദളിക്കാട് സ്കൂളിന് സമീപത്ത് മകളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനെത്തിയ യുവതിയെ ഇടിച്ചു വീഴ്ത്തി. രണ്ടിടങ്ങളിലും അപകടം സൃഷ്ടിച്ച ശേഷം നിർത്താതെ അമിത വേഗത്തിൽ പാഞ്ഞ കാറിനെ നാട്ടുകാർ പിന്തുടരുകയായിരുന്നു. ഒടുവിൽ കാവന ജംഗ്ഷനിൽ കാർ തടഞ്ഞു. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസിന് നാട്ടുകാർ ഇയാളെ കൈമാറി. തൊടുപുഴ സ്വദേശിയായ യുവാവിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.